ആഗോള അയ്യപ്പ സംഗമം ഓഡിറ്റ് റിപ്പോർട്ടിൽ പിഴവ് സംഭവിച്ചതായിട്ട് സമ്മതിച്ചിരിക്കുകയാണ് ദേവസ്വം ബോർഡ്. നന്ദഗോവിന്ദം ഭജൻസിന് തുക നൽകിയെന്നത് ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിക്ക് വന്ന അശ്രദ്ധയാണ് എന്നാണ് പറയുന്നത്. അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിൽ പരിപാടി അവതരിപ്പിച്ച ഇഷാൻ ദേവിന് പ്രതിഫലം നൽകിയത് മതിയായ രേഖകളോടെ എന്നാണ് വ്യക്തവുമാണ്. TDS അടക്കം ഈടാക്കിയ ശേഷമാണ് ദേവസ്വം ബോർഡ് പണം നൽകിയത്. അക്കൗണ്ടിലേക്ക് പണം കൈമാറിയതിന്റെ നിർണായക രേഖകൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. അതേസമയം അയ്യപ്പ സംഗമത്തിനായി ദേവസ്വം ഫണ്ടിൽ നിന്ന് ചെലവാക്കിയ മുഴുവൻ തുകയും തിരിച്ചടച്ചെന്ന് മന്ത്രി VN വാസവനും വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാത്തിനും തെളിവുകൾ ഉണ്ടെന്നും മന്ത്രി ഇന്ന് പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകൾ കേൾക്കാം. 1 കോടി രൂപ വായ്പ എടുത്തിരുന്നു, അഡ്വാൻസ് കൊടുത്തിരുന്നു. ആ അഡ്വാൻസ് 17/10/2025 തിരിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് ബോർഡ് എഴുതി ആധികാരികമായി തന്നിരിക്കുന്നു. അതാണ് മറുപടി പറഞ്ഞത്. അതില്ല എന്ന് നിഷേധിച്ച് വർത്തമാനം പറഞ്ഞവരൊക്കെ നാളെ പൊതുജനങ്ങളോട് മാപ്പ് പറയണം. കാരണം ഇത് കോടതിയിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്, ബോർഡിലുമുണ്ട്. നിങ്ങൾക്കും പോയി പരിശോധിക്കാവുന്നതാണ്. അതുതന്നെയാണ് മന്ത്രി ഇക്കാര്യത്തിൽ മന്ത്രിയുടെ കാര്യം വ്യക്തമാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ ഇതിൽ കൂടുതൽ ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചന്തു ആണ് ചേരുന്നത്. ചന്തുവിലേക്ക് പോകാം. എന്തായാലും വലിയ തരത്തിൽ ചർച്ചയാകുന്ന സംഭവമാണ്, വിഷയമാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു പിഴവ്, ഒരു ചെറിയ അശ്രദ്ധ ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ്. ചന്തുവിലേക്ക് നമുക്ക് പോകാം. ചന്തു ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പങ്കുവയ്ക്കും. ചന്തു, എന്തായാലും ആഗോള അയ്യപ്പ സംഗമം വലിയ തരത്തിൽ ചർച്ചയാകുന്നു വീണ്ടും എന്നുള്ളതാണ്. നേരത്തെ ആ സംഗമം നടന്ന സമയത്ത് അതിന്റെ സംഘാടനം ഒക്കെ വലിയ തരത്തിൽ ചർച്ചയായിരുന്നു. ഇന്നിപ്പോൾ ഈ ഒരു സംഘാടനത്തിലുണ്ടായ പിഴവുകളാണ് ചർച്ചയാകുന്നത്. ഒരു ദേവസ്വം ബോർഡ് നടത്തിയ ഒരു പരിപാടി, സർക്കാരിന്റെ മേൽനോട്ടത്തിൽ നടത്തിയ പരിപാടിയിൽ ഇത്തരം പിഴവുകൾ അല്ലെങ്കിൽ അശ്രദ്ധ ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ തരത്തിലൊരു അനാസ്ഥ തന്നെയാണ്. പക്ഷേ അതിനെ പ്രതിപക്ഷം മറ്റൊരു തരത്തിൽ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഇപ്പോൾ തെളിവുകൾ നിരത്തി മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഈ പരിപാടികൾക്കൊക്കെ തുക നടത്തിയ കാര്യത്തിൽ അതിന്റെ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് വ്യക്തമാക്കി മന്ത്രി തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. അപ്പോൾ ഇത് ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ എത്രമാത്രം വലിയ ചർച്ചയാണ്, എത്രമാത്രം നിർണായകമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായ ഈ ഒരു സംഘാടനത്തിലെ ചെറിയ പിഴവ്? സ്വാതി, ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് വരവ് ചെലവ് കണക്കുകൾ അതിൽ വന്ന അവ്യക്തതയാണ് ഇപ്പോഴുണ്ടായ ഈ വിവാദങ്ങൾക്കെല്ലാം ആധാരമായിരിക്കുന്നത്. അതിൽ പ്രധാനമായും ദേവസ്വം ബോർഡിന് ചെറിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നു. ഇന്ന് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിലാണ് ഇത്തരത്തിലൊരു അശ്രദ്ധ ഈ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ആ അശ്രദ്ധ കൃത്യമായി തന്നെ പരിശോധിക്കുന്നതിൽ ദേവസ്വം ബോർഡിന് വീഴ്ച സംഭവിച്ചു എന്ന കാര്യം അവർ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നടക്കുന്ന ഈ പ്രചാരണങ്ങൾ പോലെ അത്ര വലിയ തരത്തിലുള്ള കണക്കുകളിലെ ക്രമക്കേടുകൾ അതിൽ വന്നിട്ടില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. അതിൽ പ്രധാനമായും ഈ നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് നന്ദഗോവിന്ദം ഭജൻസ് നടത്താത്ത പരിപാടിക്ക് അവർക്ക് തുക കൈമാറി എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്ന ആ പ്രചാരണം. എന്നാൽ അവർ ആ സമയത്ത് ആദ്യം നന്ദഗോവിന്ദം ഭജൻസിനെയാണ് സമീപിച്ചിരുന്നത്. പക്ഷെ അവർക്ക് മറ്റ് തിരക്കുകൾ ഉണ്ടായിരുന്നതിനാൽ ഈ പരിപാടിക്ക് വരാൻ കഴിയില്ല എന്ന് അറിയിച്ചു. തുടർന്ന് ഇഷാൻ ദേവിന്റെ ട്രൂപ്പിനെയാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സംഗീത പരിപാടി നടക്കുന്നതിലേക്ക് വേണ്ടി ക്ഷണിച്ചത്. അതിൻ പ്രകാരം അവർക്കാണ് 8 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് കൈമാറിയതെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളും ഇന്ന് ന്യൂസ് മലയാളം പുറത്തുവിട്ടിട്ടുണ്ട്. നേരത്തെ ഈ ഇഷാൻ ദേവിന് ഈ തുക കൈമാറിയത് കൃത്യമായ കണക്കുകളോ രേഖകളോ ഇല്ല, അങ്ങനെ ഒരു രജിസ്റ്റർ സൂക്ഷിച്ചിട്ടില്ല എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് തെറ്റാണെന്ന് സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇന്ന് പുറത്തു വന്നത്. 2 തവണയായി ഇഷാൻ ദേവിന് 8 ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട്. 3 ലക്ഷം രൂപ ആദ്യവും 3,84,000 രൂപ രണ്ടാമതും അങ്ങനെയാണ് കൈമാറിയിരിക്കുന്നത്. ഇതിൽ TDS ഒഴിച്ചുള്ള തുക 7,84,000 രൂപയാണ് ഇഷാൻ ദേവിന്റെ അക്കൗണ്ടിലേക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ദേവസ്വം ബോർഡ് സൂക്ഷിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മുഖ്യമന്ത്രിക്ക് 1 ലക്ഷം രൂപയിലധികം ചിലവാക്കി കട്ടിൽ വാങ്ങി എന്ന തരത്തിലുള്ള പ്രചാരണം. പക്ഷേ അതും വസ്തുതാവിരുദ്ധമാണെന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഈ പമ്പയിൽ പ്രധാനമായും പമ്പ ഗസ്റ്റ് ഹൗസിലാണ് ഈ അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളെല്ലാം സജ്ജീകരിച്ചിരുന്നത്. കേന്ദ്ര മന്ത്രിമാരും മറ്റ് ഉന്നതരും അടക്കം എത്തുന്ന പരിപാടി ആയതുകൊണ്ട് തന്നെ പമ്പ ഗസ്റ്റ് ഹൗസ് നവീകരിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡ് തുക മുടക്കിയിരുന്നു. അതിൽ 3,80,000 മുകളിൽ രൂപ അവിടെ ചിലവാക്കേണ്ടതുണ്ടായിരുന്നു. അത് ചിലവാക്കിയ തുകയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് കട്ടിൽ വാങ്ങി എന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ മന്ത്രി തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സ്പോൺസർഷിപ്പ് തുകയുമായി ബന്ധപ്പെട്ടാണ്. സ്പോൺസർഷിപ്പ് തുകയിൽ കൃത്യമായ കണക്കുകൾ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. സ്പോൺസർഷിപ്പ് കൃത്യമായി ഈ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ച തരത്തിലേക്ക് വന്നില്ല എന്നതൊരു വാസ്തവമാണ്. പക്ഷേ ധനലക്ഷ്മി ബാങ്ക് GST ഒഴികെ 2 കോടി രൂപ
സ്പോൺസർഷിപ്പായി നൽകിയിട്ടുണ്ട്. മാത്രമല്ല കേരള ബാങ്ക് GST ഉൾപ്പെടുത്തി 1 കോടി രൂപയും വന്നിട്ടുണ്ട്. ഇതിൽ അദാനി ഗ്രൂപ്പ് 1 കോടി രൂപ നൽകാമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് 17/10/2025 തന്നെ നേരത്തെ ഈ ദേവസ്വം ബോർഡ് എടുത്ത തുക അതിലേക്ക് തിരിച്ചടച്ചു എന്ന് മന്ത്രി വ്യക്തമാക്കി. ആ കാര്യം സ്ഥിരീകരിക്കുകയാണ് ഇന്ന് ദേവസ്വം ബോർഡും. മാത്രമല്ല 1,74,40,912 രൂപ ഇതുമായി ബന്ധപ്പെട്ട് അവശേഷിക്കുന്നുവെന്നും ദേവസ്വം ബോർഡ് കണക്കുകൾ നിരത്തി വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ആഗോള അയ്യപ്പ സംഘവുമായി ഉയർന്നു വന്നത് അവിടെ ഭക്ഷണം വിളമ്പിയതുമായി ബന്ധപ്പെട്ട് അതിൽ 4,000 പേരാണെന്ന് ആദ്യം കണക്ക് കൂട്ടുന്നു, പിന്നെ 5,000 പേരാണെന്ന് പറയുന്നു. അതിലും ദേവസ്വം ബോർഡ് വിശദീകരണം നൽകുന്നു. കാരണം ഇത്ര വലിയൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ എത്തിയ ആൾക്കാർക്ക്, അതായത് ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അവിടെ ആരൊക്കെ ആഹാരം കഴിക്കാൻ എത്തിയിട്ടുണ്ടോ അവർക്കെല്ലാം ഇത്തരത്തിൽ ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. അത് സ്വാഭാവികമായും ഇത്തരത്തിൽ ആൾക്കാരുടെ എണ്ണം കൂടുതലായി വരും. അതിലെല്ലാം ഒരു കൃത്യത ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട്. ഇതിൽ ദേവസ്വം ബോർഡിന് സംഭവിച്ചിരിക്കുന്ന പിഴവ് എന്ന് പറയുന്നത് ഇവന്റ് മാനേജ്മെന്റ് ഒരു ഈ നന്ദഗോവിന്ദ ഭജൻസുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു രസീത് അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് ഈ ദേവസ്വം ബോർഡിന് നൽകി. ഈ ദേവസ്വം ബോർഡ് പക്ഷേ ഈ റിപ്പോർട്ട് കൃത്യമായി പരിശോധിച്ചില്ല. അത് കോടതി നിഷ്കർഷിച്ച സമയത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ പരിശോധന ഇതിൽ നടത്താൻ ദേവസ്വം ബോർഡിന് കഴിഞ്ഞില്ല. പൊടുന്നനെ ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് പോയത് കൊണ്ടാണ് കൃത്യമായ പരിശോധന. ഒരു ബോർഡ് യോഗം കൂടി ഈ കണക്കുകളിലെല്ലാം ഒരു കൃത്യത വരുത്തിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ വന്ന വിവാദങ്ങൾക്ക് ആധാരമാകുന്ന ഈ കണക്കുകളിലെ അവ്യക്തതയൊന്നും ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ദേവസ്വം ബോർഡ് വ്യക്തമാക്കുന്നത്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് വേണ്ടി ഈ മാസം 17-ന് ദേവസ്വം ബോർഡ് ഒരു യോഗം വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിൽ ഈ ഓഡിറ്ററെ അടക്കം വിളിച്ചു വരുത്തി ഈ കണക്കിലെ കൃത്യത അത് പരിശോധിക്കും. ആ കണക്കുകൾ സംബന്ധിച്ച് ഏതൊക്കെ തരത്തിലാണ് ചെലവുകൾ, ഇപ്പോൾ എത്രയാണ് ദേവസ്വം ബോർഡിന്റെ പക്കലുള്ളത്, എത്ര ചെലവായി, സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ തുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തും. തുടർന്ന് ഈ കണക്കുകളിൽ ഒരു വ്യക്തത വരുത്തിയതിനു ശേഷം ആ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ തുടക്കം മുതൽ തന്നെ വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടായിട്ടുണ്ട്. ആ രാഷ്ട്രീയ വിവാദം ഇപ്പോഴും മുന്നോട്ട് തന്നെ പോകുന്നു. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വലിയ സർക്കാർ വലിയ ആഘോഷത്തോടെ സംഘടിപ്പിച്ചതാണ് ആഗോള അയ്യപ്പ സംഗമം. അതിലാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇങ്ങനെ ചങ്ങല പോലെ വീണ്ടും വീണ്ടും ഒന്നിനു പുറകെ ഒന്നായി വരുന്നു എന്നുള്ളതാണ് ഈ ഒരു ആഗോള അയ്യപ്പ സംഗമം. എന്തായാലും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ തരത്തിൽ ചലനമുണ്ടാക്കുന്നുണ്ട്. ഒരുപാട് ചർച്ചകളിലേക്കൊക്കെ ഈ കാര്യം വഴിവെക്കുന്നുണ്ട് എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ് ഈ ഒരു സമയത്ത്.